ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ചടങ്ങാണ് കേട്ടോ ഈ ഒരു ബിദായി ചടങ്ങ് എന്ന് പറയുന്നത്. അതായത് ഈ ഉത്തർപ്രദേശിലൊക്കെയുള്ള കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നൊരു ചടങ്ങാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇവർക്കൊരു ഹാപ്പിനെസ് ഉള്ളൊരു ചടങ്ങായിട്ട് തോന്നുന്നില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരാൾ പോലും ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ദേ ഇവരുടെ കരച്ചിലാണ് കേട്ടോ ഇത്. അതായത് ഈ പെൺകുട്ടികളെ പറഞ്ഞു വിടുന്ന സമയത്ത് അവർക്ക് ഈ വീട്ടിൽ ഇനി ഇവർക്ക് ഇന്ന് മുതൽ ഈ വീട്ടിൽ ഇനി ഒരു അവകാശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് കേട്ടോ. ഇവർക്ക് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ പറഞ്ഞു വിടുന്ന ദിവസം, അതായത് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു മാസമായി കേട്ടോ. ഇന്നാണ് ഈ ബിദായി എന്ന് പറഞ്ഞൊരു ചടങ്ങ്. ഇവർക്ക് പല ചടങ്ങുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആ കുട്ടീനെ കൊണ്ടുവന്ന് ഈ കാറിലിരുത്തി കാറ് ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക് എടുത്തിട്ട് ഇതിനകത്തിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ പയ്യനില്ല കേട്ടോ, ആ കുട്ടി മാത്രമാണ്, പിന്നെ ഒരു റിലേറ്റീവും കൂടെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇരുന്ന് ഒന്ന് മുന്നോട്ടേക്ക് എടുത്തിട്ട് പിന്നെ വീണ്ടും തിരിച്ചും ആ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ കുട്ടി ഇപ്പോൾ കരഞ്ഞുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതിന് നടക്കാനൊന്നും വയ്യ, ശരിക്കും ബോധം പോയൊരവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, താങ്ങി പിടിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇനി ഒരു തവണ പോയി വന്ന് പകുതി വഴിക്കല്ല, ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നിട്ട് അങ്ങനെ മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഇവർ പോവുക. അപ്പോൾ ഇപ്പം നേരെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും, അകത്തേക്ക് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഈ സമയത്തൊന്നും പയ്യൻ വീട്ടിനകത്ത് കയറില്ല, അവർക്ക് പുറത്ത് ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇതേ പെണ്ണിൻ്റെ ആങ്ങളച്ചക്കൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ്. ഇങ്ങനെ 2 തവണ കൊണ്ടുവന്നിട്ട് ഇനി 3ാമത്തെ തവണയാണ് കേട്ടോ കുട്ടി പോവുക. അപ്പോൾ ഇതേ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും തന്നെ കരഞ്ഞ് തളർന്ന് ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ബോധമില്ലാത്ത പോലെയൊക്കെ ആയിട്ടോ. ഇതിപ്പോൾ കൊണ്ടുവന്ന് അവിടെ കിടന്ന് ഇപ്പോൾ ശരിക്കും ആ കുട്ടി ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. പിന്നെ കുറേ നേരം കിടത്തി ORSും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ കുറച്ച് കുട്ടിക്ക് എണീക്കാൻ പറ്റിയത് കേട്ടോ. അപ്പം ഈ കുട്ടീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്, ഇത് അവൾക്ക് കൊടുത്തു വിടാനുള്ള സാധനങ്ങളാണ്, എല്ലാം കൊടുത്തു വിടും. അതായത് ആ കുട്ടിക്ക് ഇവിടെയുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞ പോലെ എല്ലാം കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ ആ കുട്ടി ഇറങ്ങാൻ ഇനിയും കുറച്ച് സമയം എടുക്കും, കാരണം നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ORS ഒക്കെ കൊടുത്ത് കുറച്ച് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷമേ പറഞ്ഞു വിടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു, കാരണം ഒരുപാട് ലേറ്റ് ആക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഞാനെടുത്തത് ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ജീര റൈസും ദാൽ കറിയും പിന്നെ കുറേ അധികം കട്ട്ലറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഫ്രൈസൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത്രയേ എടുത്തുള്ളൂ. എനിക്ക് പൊതുവേ നമ്മുടെ മലയാളികളുടെ ഭക്ഷണം അല്ലാതെ വേറൊരു ഭക്ഷണം ഞാൻ കാര്യമായിട്ട് കഴിക്കില്ല. പിന്നെ ആ ബൗളിൽ കാണുന്ന വെള്ള കളർ സ്വീറ്റാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും സ്വീറ്റ് കഴിച്ചിട്ടാണ് വയറ് നിറക്കുക. ഞാൻ ഒരു കുഞ്ഞു 3 പൂരി അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും പെണ്ണിനെ കാറിൽ കൊണ്ടാക്കി. ഇനിയാണ് കേട്ടോ ചെക്കൻ വീട്ടിലേക്ക് വരുന്നത്. ചെക്കൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ചെക്കനെ, അതായത് കല്യാണ ചെറുക്കൻ, അതായത് പെൺകുട്ടിയുടെ ഹസ്ബൻഡ് കേട്ടോ, അവൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു മാസവും പെൺകുട്ടി ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ചെക്കൻ്റെ വീട്ടിലുമാണേ. അപ്പോൾ ഇന്നിപ്പോൾ ചെക്കന് ആ പെൺകുട്ടികൾ ചെയ്തതുപോലെ കുറച്ചധികം ചടങ്ങുകൾ ചെക്കനും ഉണ്ട് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ചെക്കന് അമ്മായിയമ്മ അമ്മായിയമ്മയാണ് കേട്ടോ, അത് അമ്മായിയമ്മ കൊടുക്കുന്ന പെട്ടിയാണ്. അതിനകത്ത് അതിനുള്ള കുറേ ഗിഫ്റ്റുകൾ, നിറയെ ഗിഫ്റ്റുകൾ കൊടുക്കും കേട്ടോ. പെൺകുട്ടിക്ക് കൊടുത്തു വിടുന്ന പോലെ തന്നെ ഈ ആൺകുട്ടിക്ക് നിറയെ ഗിഫ്റ്റുകൾ കൊടുക്കും. പിന്നെ തലക്കൊഴിയാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ ഇങ്ങനെ തലയിൽ ഒഴിഞ്ഞിട്ട് പൈസയൊക്കെ കൊടുക്കും കേട്ടോ. ഒത്തിരി പൈസ അവൻ്റെ മുന്നിലൊരു താലം വെച്ചിട്ടുണ്ട്, അതിനകത്ത് നിറയെ പൈസയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റിൽ നിങ്ങൾ പോകുമ്പം കണ്ടാൽ മനസ്സിലാവും, നോട്ടുമാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവനെ പറഞ്ഞു വിട്ടത്. നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചടങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടി ഇനി അവൾക്ക് ഈ വീട്ടിലൊരു അവകാശവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വെറും ഒരു ചടങ്ങിന് വന്ന് പോകുന്നല്ലാതെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആ പെൺകുട്ടി, അതായത് ഇപ്പം നമ്മുടെ വാലായ്മ ഒക്കെ വരില്ലേ, അതൊക്കെ അവൾക്ക് ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളതാണ്. ഇവിടെ നടക്കുന്ന ഒന്നിലും അവൾക്ക് വലിയ ഒരു വിരുന്നുകാരിയെ പോലെ വന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിളിയ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് നടത്തുക. അതായത് നമ്മൾ ഈ മരിച്ചിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ തലയിൽ അരിയൊക്കെ എറിയുന്ന ആ ഒരു ചടങ്ങില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ചടങ്ങ് ഇവർക്ക് അത്ര ഒരു സന്തോഷകരമല്ലാത്ത രീതിയിൽ ഒരാൾ പോലും വീഡിയോ എടുക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ചുമ്മാ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതേ പെൺകുട്ടി കാറിൽ കുറച്ച് ദൂരത്തോട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവും. ഇനിയാണ് കേട്ടോ പയ്യൻ ഇനി വീട്ടിലേക്ക് പോകുന്നത്. അവനും കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളും അവന് വേണ്ടിയിട്ടും പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെയും കൂടെ കാറിലിരുത്തിയിട്ട് പിന്നെ അവരങ്ങനെ പറഞ്ഞു വിടും കേട്ടോ.